ഒരാൾ 3250 രൂപയ്ക്ക് ഒരു കസേര വാങ്ങി. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 3250. പരസ്യവില എന്നിട്ട് അയാൾ 3500 മാർക്ക് ചെയ്തു. അപ്പോൾ പരസ്യവില 3500. എന്നിട്ട് 5% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചു. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കിഴിവ്. അപ്പോൾ വിറ്റ വില കാണാൻ പരസ്യവിലയുടെ എത്ര ശതമാനമേ കൊടുക്കണ്ടു? 95% കൊടുക്കണ്ടു. 5% ഡിസ്കൗണ്ടാണ്. മൊത്തം 100%. അത് 5% കിഴിവ് വന്നാൽ 95% കൊടുക്കണ്ടു. 95/100, അതായത് 3325 രൂപയാണ് വിറ്റ വില. വാങ്ങിയ വില 3250. അപ്പോൾ ലാഭമാണ്. വിറ്റ വില കൂടുതലായതുകൊണ്ട് നമുക്ക് ലാഭമാണ് അയാൾക്ക് കിട്ടുക. 3325 3250 കുറയ്ക്കുക. അപ്പോൾ അത് 75 രൂപ ലാഭമാണ് കിട്ടുക. ലാഭശതമാനം, ഇവിടെ ലാഭം കിട്ടിയോണ്ട് ലാഭശതമാനം കാണാനൊരു ഫോർമുല ഉണ്ട്. ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്രയാണ്? 75 ഡിവൈഡഡ് ബൈ 3250 ഗുണം 100. 750/155. 30/13 വരും ഷോർട്ടാക്കുമ്പോൾ, 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ. 30/13 നമുക്ക് നോക്കാം എത്രയാണെന്ന് നോക്കാം. ഇവിടെ മിശ്ര ഭിന്നമാണ് ഇട്ടാണ് തന്നേക്കുന്നത്. 13 2 28. (13 2 26) ശിഷ്ടം 4. അപ്പോൾ ഹരണഫലം 2 വരും. ശിഷ്ടം 4 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 13 കൊണ്ട് ഹരിച്ചപ്പോൾ 2ഉം 4/13% ലാഭം. ഇവിടെ ഹരിക്കുമ്പോൾ 13 2 26 ശിഷ്ടം 4. ഹരണഫലം 2 ശിഷ്ടം 4 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 13. 2ഉം 4/13% ലാഭം. ഓപ്ഷൻ എ ആണ് ഉത്തരം. പരസ്യവില 3500, കോസ്റ്റ് പ്രൈസ് 3250, ഡിസ്കൗണ്ട് 5%. വിറ്റ വില പരസ്യവിലയുടെ 95% കൊടുക്കണ്ട, 5% കിഴിവാണ്. അതുകൊണ്ട് 3500ൻ്റെ 95/100, അതുമ്പോൾ 3325 കിട്ടും. ഇവിടെ വിറ്റ വിലയാണ് കൂടുതൽ. അതുകൊണ്ട് ലാഭം കാണാൻ 3325 3250 കുറച്ച് 75. ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 10/13 വരും. ഹരിക്കുമ്പോൾ 13 2 26 ശിഷ്ടം 4. 2 വരും ഹരണഫലം. ശിഷ്ടം മുകളിൽ എഴുതും. 4 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 13. 2ഉം 4/13% ലാഭം.